ഞാൻ 16 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് 1980 മോസ്കോ ഒളിമ്പിക്സിൽ. അതിനുശേഷം ഞാൻ 84 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ മെഡലിന് അടുത്തെത്തി. പിന്നെ 88 ഒളിമ്പിക്സിൽ എനിക്ക് ഇഞ്ചുറി ആയിട്ട് ഞാൻ പങ്കെടുത്തു, പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ 92 ബാർസലോണ ഞാൻ മിസ് ചെയ്തു, പക്ഷേ 96 അറ്റ്ലാന്റയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ വീണ്ടും 2000 സിഡ്നി ഒളിമ്പിക്സിൽ ഞാൻ റെയിൽവേയുടെ ഒബ്സർവറായിട്ട് കാണാൻ പോയി. അതിനുശേഷം 2004 ഞാൻ റെയിൽവേയുടെ ഒബ്സർവറായിട്ട് കാണാൻ പോയി ഏതൻസിൽ. പിന്നെ ഞാൻ മിസ് ചെയ്ത് ബീജിങ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. ബീജിങ്ങിന് ശേഷം പിന്നെ ലണ്ടൻ ഒളിമ്പിക്സിൽ ഞാൻ എൻ്റെ ട്രെയിനി ആയിട്ട് ടിൻഡു ലുക്ക, അവൾ സെമി ഫൈനൽ ഓടിയിട്ടുണ്ട്, 10ാം സ്ഥാനം വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഞാൻ ലണ്ടനിൽ പങ്കെടുത്തു. അതിനുശേഷം 2012 ശേഷം ഞാൻ 16 പങ്കെടുത്തിട്ടുണ്ട് ബ്രസീലിൽ. പിന്നെ ഞാൻ മിസ്സായത് പിന്നെ ടോക്കിയോ ആണ്. ടോക്കിയോ ഒളിമ്പിക്സ് ഞാൻ മിസ്സായി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1980 മുതൽ ഈ 2024 വരെയുള്ള ഒളിമ്പിക്സുകളിൽ 3 ഒളിമ്പിക്സ് ഒഴിച്ച് ബാക്കി എല്ലാ ഒളിമ്പിക്സിലും അത്ലറ്റായിട്ടും ഒബ്സർവറായിട്ടും കോച്ചായിട്ടും പങ്കെടുത്തു. ഇപ്പോൾ ഞാൻ ഇന്ത്യയുടെ ഏറ്റവും എപ്പെക്സ് ബോഡി ആയിട്ടുള്ള ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് പാരീസ് ഒളിമ്പിക്സ് പോകുന്നുണ്ട്. പ്രിപ്പറേഷനൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ അതാത് അസോസിയേഷന് ഗവൺമെൻറ് ഫണ്ട് ചെയ്തുകൊണ്ട് അസോസിയേഷനാണ് അവരെ പല സ്ഥലങ്ങളിൽ നിന്ന് അവരെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പല അത്ലറ്റ്സുകളും കുറേ പേര് ഇന്ത്യയിലുണ്ട്, കുറേ പേര് കോമ്പറ്റീഷനായിട്ട് പുറത്തു പോയിരിക്കുകയാണ്. പക്ഷേ അവർക്ക് പാരീസ് ഒളിമ്പിക്സിൽ വരുന്ന അവസരത്തിൽ അവർക്ക് നല്ല രീതിയിൽ ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഒരുക്കിയിട്ടുണ്ട് ഈ പ്രാവശ്യം. കാരണം കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഈ ഗോൾഫ് വെന്യൂ ദൂരെയായ കാരണം കൊണ്ട് ആ ഒരു മെഡൽ മിസ് ചെയ്തു ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പ്രാവശ്യം അവരുടെ വെന്യൂവിൻ്റെ അടുത്ത് തന്നെ അക്കോമഡേഷൻ ശരിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷൂട്ടിങ് ഒരുപാട് ദൂരെയാണ് ഷൂട്ടിംഗ് ഉള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് അവർക്ക് അവിടെ താമസം ദൂരെ എല്ലാവർക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പ്രാവശ്യം സാധാരണ പോകുന്ന ഡോക്ടേഴ്സിനെ പോലെ അല്ല ഇപ്രാവശ്യം. ഇവരുടെ മെഡിക്കൽ സംഘം തന്നെയുണ്ട്. മെഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്പോർട്സ് മെഡിസിൻ സ്പോർട്സ് സയൻസിൻ്റെ ഡോക്ടറായിട്ടുള്ള ബോംബെയിലുള്ള ഡോക്ടറാണ് ലീഡ് ചെയ്യുന്നത്. ആ ഡോക്ടർ ഫിസിയോ ഡോക്ടർ, ന്യൂട്രീഷനിസ്റ്റ്, പിന്നെ ഈ സ്ലീപ്പിംഗ് തെറാപ്പിയുടെ ആൾക്കാർ, പിന്നെ അതുപോലെ തന്നെ മെൻ്റൽ വെൽനെസ്. കാരണം ഇവർക്കൊക്കെ ഇത്രയും നല്ലൊരു പെർഫോമൻസ് ചെയ്യുമ്പോൾ അവർ തീർച്ചയായിട്ടും അവർ ടെൻസ്ഡ് ആയിരിക്കും. അപ്പോൾ അതിന്നൊക്കെ അവർ ഫ്രീ ആക്കാനായിട്ട് എല്ലാ തരം സെറ്റപ്പോടു കൂടി എല്ലാവർക്ക് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പാരീസിൽ. പിന്നെ അവർക്ക് നമുക്ക് തന്നെ വില്ലേജിൻ്റെ ഉള്ളിലുള്ള സെൻറ്ററിന് പുറമെ നമ്മൾ സെപ്പറേറ്റ് റിക്കവറി സെൻറ്റർ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രത്യേകമായിട്ട് നമ്മുടെ ഒളിമ്പിക് അസോസിയേഷനും റിലയൻസും കൂടി ചേർന്നുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഒരുങ്ങുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇന്ത്യ ഹൗസ് നമ്മളെ വരുന്നത് പിന്നെ പാരീസിൽ. അപ്പോൾ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട്. മാക്സിമം എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ഒളിമ്പിക്സിൽ നേടിയതിനേക്കാളും ബെസ്റ്റ് പെർഫോമൻസ് ഈ പ്രാവശ്യം കൂടുതൽ മെഡൽ നേട്ടങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്.